ലിസണിങ്ങും ലേണിംഗും ആണ് ആദ്യം, പിന്നെ ആണത് ഇൻ പ്രാക്ടീസ് കൊണ്ടുവരിക എന്നുള്ള സംഭവം. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അത് ആ പേരിൽ തന്നെ ഉണ്ട്. അതിൽ യു ആർ ട്രൈങ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഓൾ ദ എന്താ പറയുക മാർക്കറ്റ് ഫോഴ്സസ്. ഫോർ മീ പേഴ്സണലി ഇൻസ്പിറേഷൻ ഇസ് മ്യൂസിക്കൽ ഐഡിയാസ്. ലിമിറ്റഡ് ടൈമിലുണ്ടായ ഒരു ജേർണി ആൻഡ് ഇൻസ്പിറേഷൻ അതായിരുന്നു വേൾഡ്. കൊളാബറേറ്റീവ് സ്പിരിറ്റ് ഓഫ് മ്യൂസിക് ആണ് മിസ് ചെയ്യാൻ പോകുന്നത്. ഇൻസ്പിറേഷനൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ആൽബമാണത്. റിതം ആൻഡ് റിപ്പോസ് എന്നാണ് ആൽബത്തിൻ്റെ പേര്. ഇപ്പം മ്യൂസിക് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സൗണ്ടായി മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ദേ ഹാവ് ഗോട്ടൺ ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ നമ്മൾ പല സ്റ്റോറീസ് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം സെയിം സ്പീഷീസാണ്. മലയാളികളുടെ മ്യൂസിക് ടേസ്റ്റ് ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. കാരണം പണ്ട് പ്യുവർലി ഫിലിം ബേസ്ഡ് അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ രാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ള മ്യൂസിക്കാണ് ജെന്യുവൻ മ്യൂസിക് എന്ന് വിചാരിച്ചിരുന്ന കാലത്തുനിന്ന് ഇപ്പോൾ എല്ലാ ജോണേഴ്സിനും ഈക്വൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് എ ഗ്രേറ്റ് ചേഞ്ച് ആക്ച്വലി. കാരണം എല്ലാത്തിനും കോ എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് എക്സ്പെരിമെൻ്റൽ മ്യൂസിക്കിന് വരെ ഒരു നീഷായിട്ടാണെങ്കിലും അതിൻ്റെ ഫോളോവേഴ്സ് ഡെഫിനറ്റ്ലി കൂടിയിട്ടുണ്ട്. പണ്ട് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ജോണേഴ്സും സ്റ്റൈൽസും ഒക്കെ ആൾക്കാർക്ക് വളരെ ധൈര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാനും അതിൻ്റെ മ്യൂസിക് വീഡിയോസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഇപ്പോൾ ഡെഫിനറ്റ്ലി ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം ദാറ്റ്സ് അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഇവോൾവ് ചെയ്യുക. ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിന്ന് അവിടുന്ന് സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുന്ന സമയത്തായിരിക്കും വേറൊരു കൂട്ടം ആൾക്കാർ ഒരു പുതിയ ഐഡിയ ആയിട്ട് വരിക. അപ്പോൾ എപ്പോഴും ആ ഒരു എവർ എക്സ്പാൻഡിങ് ബൗണ്ടറി ആയിട്ട് തന്നെയാണ് മ്യൂസിക് ലിസണിങ് വരിക. എൻ്റെ എന്താ പറയുക, എൻ്റെ പാഷൻ എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് ഐ ഫെൽ ഇൻ ലവ് വിത്ത് മ്യൂസിക്. ഈ മ്യൂസിക് എന്നുള്ളൊരു ഹോൾ എന്താ പറയുക എൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് നമുക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് ആവട്ടെ, അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആവട്ടെ. അപ്പം നമ്മൾ ഇനീഷ്യലി ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡും അതുമൊക്കെ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കിയെന്നൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ പ്രോബബ്ലി തുടങ്ങിയത്. ലിസണിങ് ഫേസിന് ശേഷം ആക്റ്റീവ്ലി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന നമ്മൾ ഏതെങ്കിലും ആ സമയത്തൊക്കെ കമ്പ്യൂട്ടേഴ്സിലൊക്കെയാണ് മ്യൂസിക് ഉണ്ടാക്കുന്ന സമയം. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ആക്സസിബിൾ ആണ്. നമുക്ക് കമ്പ്യൂട്ടറിൽ അതിൻ്റെ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാം, എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ആക്ച്വലി ചെയ്തു തുടങ്ങിയത്. അപ്പം ഈ പ്ലേ ബാക്ക് അറ്റ് വൺ പോയിന്റ് വന്നതാണ്. അതായത് ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. പ്ലേ ബാക്ക് എന്നുള്ളത് എൻ്റെ മ്യൂസിക് എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് രണ്ടാൾക്കാരെ മീറ്റ് ചെയ്തു, വിനീതേട്ടനെയും ഷാനേട്ടനെയും മീറ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ പ്ലേ ബാക്ക് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നത്. ഐ മീൻ ഇറ്റ് വാസ് ജസ്റ്റ് എൻ എൻട്രി ഇൻ ടു മ്യൂസിക്, പ്രൊഫഷണൽ മ്യൂസിക് അങ്ങനെ ആലോചിക്കുമ്പോൾ. പക്ഷേ മ്യൂസിക് മേക്കിംഗ് എപ്പോഴും മനസ്സിൽ ക്യാരി ചെയ്തിരുന്ന കാര്യമാണ്. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഇപ്പോൾ യൂട്യൂബിൽ ഇൻ്റർവ്യൂസ് ആവട്ടെ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് കാണും, ഇതൊക്കെ പണ്ട് തൊട്ടേ കോളേജിനൊക്കെ ചേർന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ. പല രീതിയിൽ ഐ എം ട്രൈങ് ടു ലേൺ, ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എവറിത്തിങ് ഇസ് അബൌട്ട്. അങ്ങനെ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് ഈ പറഞ്ഞ പോലെ. ഒരു മ്യൂസിക് ഡിസ്കവറി തന്നെയാണ് ശരിക്കും മെയിൻ. ലിസണർ ഫസ്റ്റ് ആൻഡ് ലേണർ ആണ് ആദ്യം. ലിസണിങ്ങും ലേണിംഗും ആണ് ആദ്യം, പിന്നെ ആണത് ഇൻ പ്രാക്ടീസ് കൊണ്ടുവരിക എന്നുള്ള സംഭവം. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അത് ആ പേരിൽ തന്നെ ഉണ്ട്. അതിൽ യു ആർ ട്രൈങ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഓൾ ദ എന്താ പറയുക മാർക്കറ്റ് ഫോഴ്സസ്. ഈ ഭയങ്കര ബിഗ് കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു രീതിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള യു മേക്ക് മ്യൂസിക് ഇൻ യുവർ ഓൺ ടേംസ്. നമ്മൾ പറയുന്നതായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. യു ആസ് എ മ്യൂസിഷ്യൻ എന്താണോ അത് ജെന്യുവൻലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഐഡിയ. അപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു കുറച്ചൊരു പ്രിവിലേജ് ഉള്ള പൊസിഷനിലാണ്. കാരണം ഒരു കമേഴ്ഷ്യൽ മ്യൂസിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട്, ഞാൻ തുടങ്ങിയതും ഒക്കെ അതിലായതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ്സ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം റെഗുലറായിട്ട് കമേഴ്ഷ്യൽ ഷോസ് കിട്ടുന്നുണ്ട്, ലൈവായിട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താ പറയുക ഇൻകത്തിൻ്റെ ഒരു പോർഷൻ യു ട്രൈ ടു പുട്ട് ഇറ്റ് ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആൻഡ് ക്രിയേറ്റിംഗ് സംതിങ് യുവർ ഓൺ. നമ്മൾ ഇപ്പോൾ ഫിലിം മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളൊരു സെറ്റ് ഓഫ് എന്താ പറയുക കൺസ്ട്രെയിൻസിനകത്താണ്. ബട്ട് അത് നല്ല രീതിയിലാണ്. ആ കൺസ്ട്രെയിൻസ് പറയുന്നത് ആണ് പലപ്പോഴും നല്ല ഔട്ട്പുട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ എന്നാൽ പോലും സംടൈംസ് നമുക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു മ്യൂസിക്കൽ ഐഡിയ എന്താ പറയുക ഈ മാർക്കറ്റിങ്ങും അങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലും പലപ്പോഴും ചെയ്യണം എന്ന് തോന്നും. അപ്പോൾ മേ ബി ഒരു ബെയർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിട്ട് മേ ബി ജസ്റ്റ് എ സിംഗിൾ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് വോക്കൽ തമ്മിലൊരു കോൺവെർസേഷൻ ആയിട്ടൊരു പാട്ട് ഇമാജിൻ ചെയ്യാം. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഉള്ള ഫുള്ളി നമ്മുടെ ഓൺ എന്ന് പറയാനുള്ള സാധനമാണ് ആക്ച്വലി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്. അപ്പം അത് ചെയ്യാന്നുള്ളത് റൈറ്റ് നൗ ഞാനതൊരു പൊസിഷൻ ഓഫ് പ്രിവിലേജ് എന്നാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഇപ്പോൾ നോക്കുമ്പോൾ സീനിൽ ഒരുപാട് പേര് ദേ സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്. ലൈക്ക് ഒരു ഇൻഡസ്ട്രി പ്രിവിലേജോ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻസ് ആവുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം ദാറ്റ്സ് എ ഗ്രേറ്റ് ചേഞ്ച്. അങ്ങനെ നോക്കുമ്പോൾ
ഫ്രം സീറോ തുടങ്ങിയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ജേർണി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് നമുക്ക് നോക്കുമ്പോൾ. കാരണം നമ്മൾ ഇത്രയും എന്താ പറയുക പ്രിവിലേജ് കിട്ടിയിട്ടും നമ്മൾ പലപ്പോഴും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അവർ അങ്ങനെ ഒരു പ്രിവിലേജും ഇല്ലാണ്ട് പുൾ ഓഫ് ചെയ്യുന്നത്. അപ്പം ദാറ്റ്സ് വെരി ഇൻസ്പയറിംഗ്. ആ സീൻ മാറുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ആക്ച്വലി. ലേബിൾസിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു കാലത്ത് എന്താ പറയുക, പലരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലേബിൾസിൻ്റെ ഹെൽപ്പ് മുമ്പ് വേണ്ടുന്ന ഡിസ്ട്രിബ്യൂഷനിലാണ്, ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഭാഗത്താണ് ലേബിൾസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ anybody can do it, just like music production became accessible. Like നമുക്ക് ബെഡ്റൂമിൽ നിന്ന് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന, യു ഡോണ്ട് നീഡ് സ്റ്റുഡിയോസ് അറ്റ് ദിസ് പോയിന്റ്. ലൈക്ക് വലിയ സ്റ്റുഡിയോസിൽ പോയി റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഡീസെൻട്രലൈസ്ഡ് ആവുകയാണ്. ലൈക്ക് ഒരു പവർ സെൻറ്ററിൽ നിന്ന് ഇതെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുക എന്നുള്ളതല്ലാണ്ട് എവിടുന്നും ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ഒരു ബെഡ്റൂം പ്രൊഡ്യൂസർ ക്യാൻ വിൻ എ ഗ്രാമി. ഇപ്പോൾ ബില്ലി ഐലിഷും ഒക്കെ അവർ ദി മേക്ക് മ്യൂസിക് ഇൻ ദെയർ ഹൗസസ്. അവരുടെ വീട്ടിൽ ബെഡ്റൂമിൽ നിന്നിട്ടാണ് അവർ മ്യൂസിക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ വോണ്ട് എ ഗ്രാമി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഡീസെൻട്രലൈസ്ഡ് ആണ് പ്രോസസ്സ്. യു ഡോണ്ട് റിയലി നീഡ് എനി വൺസ് ഹെൽപ്പ്. നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്താ പറയുക, അറ്റ് സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ പലപ്പോഴും ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു വിഷനോ ഒക്കെ ഉള്ള ഒരാൾ, ചിലപ്പോൾ നമ്മളൊരു ടാലൻറ്റ് നമുക്കറിയാത്ത രീതിയിൽ സ്പോട്ട് ചെയ്യാൻ അങ്ങനെ ചിലപ്പോൾ ഒരു ലേബലിൻ്റെ ഇത് വേണ്ടി വരും. ബട്ട് റൈറ്റ് നൗ ഐ എം ട്രൈങ് ടു ഓപ്പറേറ്റ്, എന്താ പറയുക, എൻ്റെ ഫിലിമിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ലേബിൾസ് യൂഷ്വലി ഇൻവോൾവ് ആവാറ്. അതർവൈസ് ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും ഒക്കെ ഇൻഡിവിജ്വലി ചെയ്യാനാണ് അത് നോക്കുന്നത്. ബട്ട് എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന മ്യൂസിക്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് ലേബിൾസ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഐ എം ഡെഫിനറ്റ്ലി ഓപ്പൺ ടു ദി ഐഡിയ. ബട്ട് റൈറ്റ് നൗ രണ്ടും ഒരു സെപ്പറേറ്റ് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമുക്ക് ഈസിലി ചെയ്യാവുന്നത് കൊണ്ട്, എല്ലാ പ്ലാറ്റ്ഫോംസിലും എത്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ടേംസിൽ തന്നെ ചെയ്യാനാണ് ഇപ്പോൾ നോക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും പല ലേബിൾസിനായിട്ടും കോൺവെർസേഷൻസ് ഉണ്ടാകുമ്പോൾ ചില ഐഡിയാസ് പിച്ച് ചെയ്യാറുണ്ട്. അത് ചിലത് അവർക്ക് വർക്കൗട്ട് ആവാറുണ്ട്, ചിലത് വർക്കൗട്ട് ആവാറില്ല. അപ്പം എല്ലാ രീതിയിലും കോൺവെർസേഷൻസ് ആർ ഹാപ്പനിങ്. എന്താ പറയുക, ആ ഹെൽപ്പും ആ ചാനലും അവിടെ എപ്പോഴും ഓപ്പൺ ആണ്. പക്ഷെ അതല്ലാണ്ടെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതും ഇപ്പോൾ പാരലലി നടക്കുന്നുണ്ട്, മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നതും നമ്മൾ വായിക്കുന്നതും നമ്മൾ കാണുന്ന സിനിമകൾ എല്ലാം വി ആർ ഇംബൈബിങ്, എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മളത് അറിഞ്ഞുകൊണ്ടോ അറിയാതെ പോലും ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അത് എത്തുന്നുണ്ടാവും. നമ്മൾ കേൾക്കുന്ന ഓരോ മ്യൂസിക്കും, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഓരോ ഇൻഫർമേഷനും ഇറ്റ് ഈസ് ഫോമിങ് യു ആസ് എ പേഴ്സൺ. നമ്മുടെ ഉള്ളിലൊരു ഫിൽറ്ററിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇൻസ്പിറേഷൻ കറക്റ്റ് പോയിന്റ് ചെയ്യാൻ പറ്റില്ല എവിടുന്നാണ് വരുന്നതെന്നുള്ളത്. പക്ഷേ പലപ്പോഴും ഒരു ആർട്ടിസ്റ്റ് കൊണ്ടുവരുന്ന ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സൗണ്ടിങ്, അതൊക്കെയാണ് പലപ്പോഴും ഇൻസ്പയർ ചെയ്യണം. അപ്പോൾ ലൈക്ക് വൈ ഡിഡ്ന്റ് ഐ തിങ്ക് ഓഫ് ദാറ്റ്? ഒരു സിമ്പിൾ ഐഡിയ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്കെന്തുകൊണ്ട് ഐഡിയ വന്നില്ല എന്നുള്ളൊരു, അതാണ് നമ്മുടെ ഡ്രൈവ് ആക്ച്വലി. അതുപോലത്തെ ഐഡിയാസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നോക്കണേ. ലൈക്ക് നമുക്കൊരു കംപ്ലീറ്റ്ലി പുതിയൊരു സാധനം, ലൈക്ക് ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ സൗണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ മ്യൂസിക്കൽ എക്സ്പ്ലോറേഷൻ, ഇതുവരെ ആലോചിക്കാത്ത രണ്ട് ജോണേഴ്സ് തമ്മിൽ ഒരുമിച്ച് മേർജ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ അതാണ് നമ്മുടെ ഡ്രൈവ്. നമ്മൾ കേൾക്കുന്ന ആർട്ടിസ്റ്റും അവർ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുമാണ് നമ്മുടെ ഇൻസ്പിറേഷൻ ഫോർ ഷുവർ. പിന്നെ ചിലപ്പോൾ പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടാവും മ്യൂസിക്കിൽ. ഇപ്പം മൂവീസിൽ പലപ്പോഴും നമ്മൾ പണ്ടൊക്കെ അറ്റ്ലീസ്റ്റ് മോസ്റ്റ്ലി റൊമാൻറ്റിക് സോങ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലീഷേ കുറേ ഇമോഷൻസ് ഉണ്ട്. പക്ഷേ ഇൻഡിപെൻഡൻ്റ്ലി ചിലപ്പം മേ ബി യു വോണ്ട് ടോക്ക് അബൌട്ട് ദറ്റ് ബോട്ടിൽ ഓഫ് വാട്ടർ, അതിൽ നമ്മൾ കാണാത്തൊരു മെറ്റഫോർ ചിലപ്പോൾ നമ്മൾ കണ്ടു എന്ന് വരാം. അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ളത് ചെയ്യാന്നുള്ളത്. ബട്ട് ഫോർ മീ പേഴ്സണലി ഇൻസ്പിറേഷൻ ഇസ് മ്യൂസിക്കൽ ഐഡിയാസ്. പല ആർട്ടിസ്റ്റ് ചെയ്തു വെച്ചിട്ടുള്ള മ്യൂസിക്കൽ ഐഡിയാസാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പലപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ദ സെൻസ് ദറ്റ് അങ്ങനെ ഒരു ന്യൂനെസ് അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീല് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഡ്രൈവ്. ദി ആക്ച്വൽ ക്രിയേഷൻ, റൈറ്റ്, നമ്മൾ പാട്ട് സംഭവിച്ചു എന്ന് പറയുന്ന അത് ഭയങ്കര ചെറിയൊരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പുറകിൽ കുറേ തോട്ടും എന്താ പറയുക, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷനൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ സം വേ. ഇപ്പം ഫിലിംസിൽ ചെയ്ത മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഗണേഷിൻ്റെ കൂടെ ആനന്ദത്തിൻ്റെ സമയത്ത് ഒരുപാട് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് ക്യാരക്ടേഴ്സിനെ പറ്റിയും അതിൻ്റെ ജേർണിയെ പറ്റിയും അങ്ങനെയൊക്കെ കുറേ ഡിസ്കഷൻ, വാട്ട് ഷുഡൻ ബി ഇൻ അവർ ഫിലിം എന്നുള്ള ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സിനിമയ്ക്ക് എന്ത് വേണ്ട എന്നുള്ളതാണ് പലപ്പോഴും ഗണേഷിനോട് പൂക്കാലം വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. നമ്മുടെ ഈ സിനിമയിൽ ഇത് വേണ്ട, ഈ ഒരു സാധനം നമ്മൾ നോക്കേ വേണ്ട, ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് നമുക്ക് ആവശ്യമില്ല. അങ്ങനത്തെ ഡിസിഷൻസ് ഞങ്ങളും പലപ്പോഴും ഏർലി ഓൺ എടുക്കാറുണ്ട്. എന്താണ് വേണ്ടാത്തതെന്നും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അതൊരു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ആക്ച്വലി കമ്പോസ് ചെയ്യാനോ ഈ ഐഡിയാസൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ബ്രൂ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഇരിക്കുമ്പോൾ സംഭവം ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടൊരു സാധനം അങ്ങ് വരികയാണ്. അപ്പം അത് ഇറ്റ്സ് ജസ്റ്റ് എ വെരി
ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, അതാണ് ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക ഒരു ഹൈ പോയിന്റ് ആക്ച്വലി അതാണ് നമ്മൾ, ബിക്കോസ് യു തിങ്ക് ഓഫ് ഓൾ ദീസ് തിങ്സ് എല്ലാം മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്, ബട്ട് അൺടിൽ യു ആക്ച്വലി സിറ്റ് ഡൗൺ ഓൺ എ പിയാനോ ഓർ ഗിറ്റാർ ഓർ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കിടന്ന് കളിച്ചിരുന്നത് എന്നുള്ള സാധനം നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ആക്ച്വലി. അപ്പോൾ ദാറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. ഈ നമ്മൾ ഈ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യങ്ങൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് പുറത്ത് വരുമ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫീസാണ്. അത് കെയിം അറ്റ് എ ടൈം ഓഫ് എന്താ പറയുക ഒരു ഇൻസ്പിറേഷനൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിരുന്നൊരു സമയമാണ് ഈ കോവിഡ് ലോക്ക്ഡൗൺസ്. ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മുടെ ഫുൾ എന്താ പറയുക എക്സ്പ്രസ് ചെയ്തിരുന്ന എല്ലാ ഔട്ട്ലെറ്റ്സും ഒറ്റയടിക്ക് കട്ടായൊരു സമയമാണ്. ലൈക്ക് സ്റ്റേജ് ഷോസ് ഇല്ല, റെക്കോർഡിങ്സ് വളരെ കുറവാണ്. അപ്പം നമ്മൾ ആർട്ടിസ്റ്റ് പലപ്പോഴും എന്താ പറയുക ലുക്കിംഗ് ഫോർവേഡാണ് ജീവിക്കുന്നത്, ലൈക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതിലാണ് നമ്മുടെ ത്രില്ലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഒറ്റയടിക്ക് കട്ടായപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ കൂടെ മറ്റേ ഇൻകം ഇതാവുന്ന അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആക്ച്വലി അറ്റ് ദ റൂട്ട് ഓഫ് ഇറ്റ് ഇതാണ് പ്രശ്നം. നമ്മൾ ലൈക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു പാട്ട് ചെയ്യണമെങ്കിൽ വേണ്ടത് എനിക്ക് അത്ര ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ലിറിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ട്യൂൺ എഴുതി അതിന് ലിറിക്സ് ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി വാട്ട് ഇഫ് ദേ ആർ നോട്ട്, അതൊരു സെപ്പറേറ്റ് സ്കിൽ സെറ്റാണ്. ട്യൂണിനനുസരിച്ച് എഴുതുക എന്നുള്ളത് ഒരു പോയറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റണം എന്നില്ല, അത് സെപ്പറേറ്റ് സ്കിൽ സെറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഓൾറെഡി എഴുതിയിട്ടുള്ള ലിറിക്സ് ആൾക്കാരുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കാം, എന്നിട്ട് അതിന് നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് എന്തെങ്കിലും ട്യൂൺ കിട്ടുകയാണെങ്കിൽ അത് കമ്പോസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടത്. എൻ്റെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എഴുതി വെച്ച പാട്ടുകൾ ഉണ്ടെങ്കിൽ അയച്ചോളൂ, ഞാനത് ഏതെങ്കിലും എടുത്തിട്ട് പാട്ടാക്കാം എന്ന്. അത് കോവിഡ് 2020 ലോക്ക്ഡൗൺസിൻ്റെ സമയത്താണ്, 21 ആ സമയത്താണ്. അപ്പോൾ കുറേ പേര് അയച്ചു കേട്ടോ, ഒരു 30-40 റിമെമ്പർ അത്രയും ഇമെയിലും മെസ്സേജസൊക്കെ ആയിട്ട് വന്നു. അതിന്ന് സ്ട്രൈക്ക് ചെയ്തൊരു 4 എണ്ണം എടുത്തിട്ട് ഒരു ആൽബം പോലെ ഇറക്കിയതായിരുന്നു. ഒരു 2 years ബാക്ക് ഇറക്കിയ ഒരു ആൽബം ആയിരുന്നു വേർഡ് എന്നുള്ളത്. 2 years അല്ല, ലാസ്റ്റ് ഇയർ ഇറക്കിയ ആൽബമാണ് വേർഡ് എന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ 4 song EP. പക്ഷേ എനിക്ക് പേഴ്സണലി വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ആൽബമാണ്. കാരണം ഇറ്റ്സ് വെരി റിഫ്ലക്റ്റീവ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം. ആ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഒരു മൈൻഡ് സ്പേസിൻ്റെയും ഒക്കെ ഒരു കറക്റ്റ് റിഫ്ലക്ഷനാണ്. അപ്പോൾ ആ പാട്ടുകൾ ഇനി അതിനൊരു എന്താ പറയുക ഇനി അത് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇറ്റ് ഇസ് ദെയർ ആസ് എ റെക്കോർഡ്. ആ ഒരു സമയത്തെ എൻ്റെ മൈൻഡ് സ്പേസിൻ്റെയും എൻ്റെ മ്യൂസിക്കൽ വാട്ട് എവർ ഐ വോണ്ടഡ് ടു ഡു അത് അതിനകത്ത് ഇൻ സം വേ ഓർ ദി അതർ ഉണ്ട്. എസ്പെഷ്യലി ചില പാട്ടുകളിൽ ചില പോർഷൻസൊക്കെ ഇപ്പോൾ അതിൽ ഈയലിൻ ചിറക് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ എല്ലാ പാട്ടുകളും ഇൻ സം വേ ഓർ ദി അതർ, പക്ഷേ ഈ പാട്ട് പ്രത്യേകിച്ചും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ പോലെ നമുക്കത് അതിൻ്റെ നമ്പേഴ്സിലൊന്നും അല്ല കാര്യം. ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ വളരെ കുറച്ച് നമ്പർ ഓഫ് സ്ട്രീംസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബട്ട് ഐ ഹാഡ് ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ഫൺ വൈൽ ഡൂയിങ് ഇറ്റ് ആൻഡ് ഭയങ്കര കൊളാബറേറ്റീവ് ആയിരുന്നു. ഈ ലിറിസിസ്റ്റ് എല്ലാം പല ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ പല ചേഞ്ചസും വന്നു. അപ്പോൾ അതിൽ മറ്റേ ഈ ഈയലിൻ ചിറക് പോലെ എന്നുള്ള പാട്ട് എഴുതിയ ജെയ്ക്സ് പറയുന്നത്, ജെയ്ക്സ് ആ സമയത്ത് ജേക്ക് തോമസ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ജേക്ക് ഇത് എഴുതി അയക്കുന്ന സമയത്ത് അവൻ സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഹി വാസ് ജസ്റ്റ് ഔട്ട് ഓഫ് +2. പക്ഷേ ഞാനിത് ചെയ്തു വരാൻ കുറേ സമയം എടുത്തുകൊണ്ട് ഇത് ഫൈനലി റിലീസ് ചെയ്തപ്പോൾ അവൻ കോളേജ് കഴിയാറായി. അപ്പോൾ ആസ് എ പേഴ്സൺ തന്നെ അവൻ മാറി. അപ്പോൾ അങ്ങനെ ചില ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ, കാരണം കൊളാബറേറ്റീവ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ ആ ലോക്ക്ഡൗൺസിൻ്റെ സമയത്തും ചില റെക്കോർഡിങ്സ് ഒക്കെ നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ട് ചെയ്തു. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ജേർണി ആയിരുന്നു. ബട്ട് ഒരു റെക്കോർഡായിട്ട് അത് അവിടെ ഉണ്ട്. ദാറ്റ് ജേർണി ഈസ് ഓവർ. ഒരു ലിമിറ്റഡ് ടൈമിലുണ്ടായ ഒരു ജേർണി ആൻഡ് ഇൻസ്പിറേഷൻ അതായിരുന്നു. I would say മ്യൂസിക്കിൻ്റെ ഹോൾ ഫൺ തന്നെ അവിടെയാണ്. ഇറ്റ്സ് ഇൻ കൊളാബറേഷൻ. നമ്മളൊരു ഒറ്റയ്ക്ക് ഇരുന്ന് ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്താലും അതിൽ വേറെ ആൾ വന്ന് അവരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിനെ വേറെ ലൈറ്റിൽ കാണാൻ പറ്റുന്നത്. ഇപ്പം ജോത്സ്നായിട്ട് പറഞ്ഞ പ്രോജക്റ്റിൽ ഞാനൊരു മ്യൂസിക് പ്രൊഡ്യൂസറായിരുന്നു മോർ ഓഫ്. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ജോത്സ്നയുടെ മെലഡി ആയിരുന്നു അത്. അപ്പോൾ അതിൽ ഒരു ചെറിയ പോർഷനിൽ ഞാൻ വോക്കൽസും പാടി എന്നുള്ളത് മാത്രം. കാരണം അറേഞ്ച്മെൻറ്റിൻ്റെ കൂടെ ഐ ജസ്റ്റ് സാങ് കപ്പിൾ ഓഫ് ലൈൻസ് അതിൻ്റെ ഒരു ഹാർമണി ആയിട്ടും അഡീഷണൽ വോക്കൽസ് ആയിട്ടും അങ്ങനെയൊക്കെ പാടി. അപ്പോൾ ഈ കൊളാബറേഷനിൽ ഇതാണ് നമ്മൾ ഇന്ന രീതിയിൽ വർക്ക് ആവുമെന്ന് വിചാരിക്കുന്ന ഒരു ഐഡിയ വേറെ ആൾ വന്ന് കാണുമ്പോൾ കംപ്ലീറ്റ്ലി വേറെ രീതിയിലായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ആ പാട്ടിൻ്റെ പുറകിലിട്ട തോട്ടോ ഒന്നും അവർക്ക് ആ രീതിയിൽ മാറ്റർ ചെയ്യുന്നില്ല. ദേ ജസ്റ്റ് സീ ഇറ്റ് ആസ് ഇൻ സം അതർ വേ. അപ്പോൾ അതിൽ ചിലപ്പോൾ അവർ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത പെർസ്പെക്റ്റീവിൽ ചില സാധനങ്ങൾ തന്നേക്കാം. അപ്പോൾ ആ സർപ്രൈസിനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് കൊളാബറേഷൻസ്. അപ്പോൾ ഓൾവേസ് ദാറ്റ്സ് ദ ഹോൾ ഐഡിയ. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഇപ്പോൾ ഈ AI ഇതൊക്കെ ആലോചിക്കുമ്പം നമ്മൾ മിസ് ചെയ്യാൻ പോകുന്നത് അതാണ്. ലൈക്ക് കൊളാബറേറ്റീവ് സ്പിരിറ്റ് ഓഫ് മ്യൂസിക് ആണ് മിസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് എവ്രി വൺ ബിക്കംസ് എ സോളോ എന്താ പറയുക വർക്കർ, അത് ഭയങ്കര ഇറ്റ്സ് എ ലിറ്റിൽ അതിൻ്റെ ഫൺ സൈഡ് പോവും പലപ്പോഴും. അപ്പോൾ മ്യൂസിക് ഇസ് അബൌട്ട് കൊളാബറേഷൻ. നമ്മൾ അപ്പോഴാണ് ആ സർക്കിൾ കംപ്ലീറ്റ് ആവുന്നത്.
ഇത് ഞാൻ ഈ 9th 10th ആ സമയത്തൊക്കെ സ്കൂളിൽ നമ്മൾ ബുക്സൊക്കെ വായിച്ച് തുടങ്ങി നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു റൈറ്ററായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഫ്യൂച്ചറിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ജേർണലിസം, അറ്റ്ലീസ്റ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ലൈക്ക് ക്രിയേറ്റീവ്ലി അല്ലെങ്കിൽ പോലും ജേർണലിസ്റ്റിക് റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ പോകാം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ക്രിയേറ്റീവ്ലി ഒരു കരിയറൊക്കെ എത്രത്തോളം പോസിബിൾ ആണെന്ന് ആ സമയത്ത് അറിയില്ല. അപ്പോൾ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ആ കൈൻഡ് ഓഫ് റൈറ്റിംഗ്, ബിക്കോസ് ഐ ലൈക്ക് ലാംഗ്വേജ് ആസ് സച്ച്. ലൈക്ക് എനിക്ക് ഈ എന്താ പറയുക, വാക്കുകളുടെ റൂട്ട്സ് കണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഏത് ഭാഷയായാലും, ഭാഷ ഏതെന്നുള്ള ഇതിലല്ല, പക്ഷേ ഐ ലൈക്ക് ലാംഗ്വേജ് ആസ് സച്ച്. ഓരോ ലാംഗ്വേജ് എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡാണ്. എറ്റിമോളജി, വാക്കുകളുടെ ഒറിജിൻ, അതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോകാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ വാക്കുകളും ഭാഷയും നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്കിൽ. നമുക്ക് ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റ് വാക്കുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക ആൻഡ് വേറൊരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എസെൻഷ്യൽ സ്കില്ലാണ് ആക്ച്വലി. അപ്പോൾ ആ ഇൻസ്പിറേഷൻ്റെ ഫോളോ ചെയ്യുന്ന അറ്റംപ്റ്റാണ് ഈ പറഞ്ഞ എഴുത്തൊക്കെ. അങ്ങനെ ഒരു പ്രൊഫഷണലി എഴുതണം എന്നൊന്നും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നേ ഇല്ല. പണ്ട് ഈ പറഞ്ഞൊരു ഡ്രീം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം ഞാൻ അങ്ങനെ രീതിയിൽ ആലോചിക്കുന്നില്ല. ബട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, ഇപ്പം മ്യൂസിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ലോങ് ഫോമിലൊക്കെ എഴുതണം എന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു കാലത്ത് ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേ കാലമായിട്ട് ഡൗൺ ആണ്. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയ ഒരു ഇമേജിൻ്റെ കൂടെയാണല്ലോ പലപ്പോഴും എഴുത്ത് നടക്കുകയുള്ളൂ. അപ്പോൾ പക്ഷേ ലോങ് ഫോം റൈറ്റിംഗ് ചെയ്യണമെന്നുണ്ട്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് തന്നെ കാണണമെന്നുണ്ട്. ബിക്കോസ് ഐ ലൈക്ക് ഇറ്റ്. ഐ ലൈക്ക് ലാംഗ്വേജസ് ആൻഡ് ഐ ലൈക്ക് ഗുഡ് ലിറ്ററേച്ചർ. എല്ലാം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു ലോങ് ലിസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ മ്യൂസിക് കേൾക്കാൻ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഓരോ ആർട്ടിസ്റ്റ് നമ്മൾ ഓരോ പോയിന്റ് ഓഫ് ലൈഫിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുമല്ലോ. അപ്പം കുട്ടിക്കാലത്താണെങ്കിൽ വീട്ടിൽ സ്ഥിരം വെച്ചിരുന്ന പഴയ ഹിന്ദി പാട്ടുകൾ, ഇപ്പോൾ റഫി സാബിൻ്റെയും കിഷോർ ദായുടെയും പാട്ടുകൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. MS ബാബുരാജ് നമ്മുടെ മലയാളത്തിൽ അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ അറ്റ് വൺ പോയിന്റ് എ റഹ്മാൻ എന്നുള്ളൊരു ബഗ് നമ്മളെ 90s വളർന്നതുകൊണ്ട് ആ സമയത്ത് വന്ന ഹ്യൂജ്, അതിൻ്റെ എല്ലാ ഫുൾ ഫോഴ്സിൽ നമ്മളത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹൗ ദാറ്റ് ആ ഒരു സൗണ്ട് എങ്ങനെ വന്നു എന്നുള്ള ഫസ്റ്റ് ആൽബം തൊട്ട് നമ്മൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് എന്താ പറയുക, നമ്മൾ അത്രയും നമ്മൾ ടീനേജൊക്കെ വരെ നമുക്ക് നമ്മളായിട്ട് പോയി മ്യൂസിക് കണ്ടുപിടിച്ച് കേൾക്കുന്നതല്ല, നമ്മുടെ ചുറ്റുമുള്ളത് നമ്മൾ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളായിട്ട് സീക്ക് ഔട്ട് ചെയ്ത് തുടങ്ങുന്നത് കോളേജ് ആ സമയത്തൊക്കെ എത്തുമ്പോഴാണ്. അപ്പോൾ ഒരു ലേറ്റ് ടീൻസ് ആൻഡ് കോളേജ് ആ സമയത്താണ് വേറെ ഏത് ആർട്ടിസ്റ്റല്ല ഇപ്പോൾ പുറത്ത്, ഇപ്പോൾ എബ്രോഡ് നമ്മൾ കേൾക്കുന്ന ഇന്ത്യൻ ആർട്ടിസ്റ്റ് അല്ലാണ്ട് നമ്മൾ ഓഫ് കോഴ്സ് ആ സമയത്ത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വെസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ബ്ലൂ അങ്ങനത്തെ കുറേ വെസ്റ്റേൺ ബോയ് ബാൻഡ്സിൻ്റെയൊക്കെ മ്യൂസിക് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബ്രിട്നി സ്പിയേഴ്സ് ഒക്കെ ആ സമയത്താണ് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തുന്നത് നമ്മൾ കേൾക്കും ഒബ്വിയസ്ലി. പക്ഷെ അല്ലാണ്ട് നമ്മൾ സീക്ക് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആർട്ടിസ്റ്റ് തുടങ്ങിയത് ആ സമയത്താണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ആദ്യം കേട്ടത് പ്രോബ്ലി ജാക്ക് ജോൺസൺ എന്നൊരു മ്യൂസീഷ്യനാണ്. ഹിസ് ബേസ്ഡ് ഇൻ ഹവായ്. അപ്പോൾ ഒരു അക്കൂസ്റ്റിക് ഗിറ്റാറും അങ്ങനെ ഒരു സിമ്പിൾ സൗണ്ടിങ് ഉള്ള ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ഈ റൈറ്റ്സ് വെരി വെരി ഹാപ്പി മ്യൂസിക്, ഭയങ്കര ബ്യൂട്ടിഫുൾ സൗണ്ടിങ് ആയിട്ടുള്ള. അപ്പോഴാണ് എനിക്ക് തോന്നി ഇത് എന്താ പറയുക, എനിക്ക് വേണ്ടിയൊക്കെ എഴുതപ്പെട്ട മ്യൂസിക് പോലെ അങ്ങനെ ഇറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ് ഇസ് മെയ്ഡ് ഫോർ മീ. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉള്ളത് ആദ്യമായിട്ട് അപ്പോഴാണ് തോന്നിയത്. കാരണം ഇത് ഏതോ ഒരു CD-യിൽ ഒരു ഫ്രണ്ട് എനിക്ക് കുറേ പാട്ടുകൾ കോപ്പി തന്നപ്പോൾ അതിൽ കണ്ടൊരു ഫോൾഡർ ആട്ടോ. പക്ഷേ ഇറ്റ് ഓപ്പൺഡ് എ ഹ്യൂജ് വേൾഡ് ഫോർ മീ, ജാക്ക് ജോൺസന്റെ മ്യൂസിക് ആ സമയത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഐ സോ എ മൂവി കോൾഡ് വൺസ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ഒരു ഐറിഷ് ഫിലിം, ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിമാണ്. അതിൽ അഭിനയിച്ചതും അതിൻ്റെ സ്കോർ ചെയ്തതും സോങ്സ് ചെയ്തതും ഒക്കെ ഒരാളാണ്, ഗ്ലെൻ ഹാൻസേർഡ് എന്നുണ്ട്. ഹി വൺ ആൻ ഓസ്കർ ഫോർ ദ ബെസ്റ്റ് ഒറിജിനൽ സോങ്, ഫോളിങ് സ്ലോലി എന്നുള്ളൊരു പാട്ട്. അപ്പോൾ ഗ്ലെൻ ഹാൻസേർഡ് ഭയങ്കര വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു സോങ് റൈറ്റിംഗിൽ, ഇപ്പോഴുമാണ്. ബിക്കോസ് ഒരു 2-3 ആൽബംസ് ഉണ്ട് ഗ്ലെൻ ഹാൻസേർഡിൻ്റെ. അതെപ്പോഴും നമ്മൾ മ്യൂസിക്കലി വെൻ യു ഡൗൺ, ഒരു ഐഡിയാസ് നമുക്ക് ഇൻസ്പിറേഷനൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ആൽബമാണത്. റിതം ആൻഡ് റിപ്പോസ് എന്നാണ് ആൽബത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ ഹൗ ഹി എക്സ്പ്രസ്സസ് ത്രൂ മ്യൂസിക് ആൻഡ് ദ കൈൻഡ് ഓഫ് ടോപ്പിക്സ് ദാറ്റ് ഹി പിക്സ് ഫോർ ഹിസ് സോങ്സ്. ഗ്ലെൻ ഹാൻസേർഡിൻ്റെ കോൺസേർട്ട് കാണാൻ ജർമ്മനിയിലേക്ക് ഈ പറഞ്ഞ ഒരു സോളോ ട്രിപ്പ് പോലെ ഞാൻ ആ സമയത്ത് കാണാൻ പോയി. കോൺസേർട്ട് കഴിഞ്ഞ് പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് ഗ്ലെൻ ഹാൻസേർഡിനെ കണ്ട് സംസാരിച്ച് ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഐ കെയിം ടു മീറ്റ് യു ഓൾ ദ വേ ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ ഭയങ്കര തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു മ്യൂസീഷ്യനായിരുന്നു ഗ്ലെൻ ഹാൻസേർഡ്. പിന്നെ ഓഫ് കോഴ്സ് ദീസ് ഡേയ്സ് ജോണേഴ്സ് ഒരുപാട് പുതിയത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പുതിയ ആർട്ടിസ്റ്റിനെ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റിനെ ഡിസ്കവർ ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ 1-2 പാട്ടുകൾ
എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൽഗോരിതം തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും, യു മൈറ്റ് ലൈക്ക് ദിസ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ആർട്ടിസ്റ്റിനെ ഇപ്പോൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി ഉള്ളൊരു ഒരു ട്രജക്ടറിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം. അങ്ങനൊരു തിരഞ്ഞെടുക്കൽ ആക്റ്റീവ്ലി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉള്ളിലൊരു ഫിൽറ്റർ ഉണ്ടല്ലോ, നമ്മൾ വായിക്കുന്ന കാര്യങ്ങളും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഓരോ ഇൻഫർമേഷനും നമ്മുടെ ആ ഒരു ഫിൽറ്ററിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്നുള്ളതും എന്താണ് സംസാരിക്കപ്പെടേണ്ടത്, ഏത് പൊസിഷൻ ഏത് ആംഗിളിൽ നിന്നാണ് ഒരു ടോപ്പിക്കിനെ നോക്കേണ്ടതെന്നൊക്കെ നമുക്ക് യു ആർ ബീങ് ഇൻഫോംഡ് ഓൾ ദ ടൈം ആൻഡ് യു ആർ ഫോമിങ് എൻ ഒപ്പീനിയൻ. ആ ഒപ്പീനിയനാണ് പലപ്പോഴും ഈ പറഞ്ഞ വാട്ട് നോട്ട് ടു സേ, വാട്ട് ടു സേ എന്നുള്ള എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിനെ തരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ടു ബി അവെയർ ഓഫ്. നമ്മൾ മാക്സിമം നമ്മൾ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് അവെയർ ആയിരിക്കുക. ഡോണ്ട് ക്ലോസ് യുവർ സെൽഫ് ഓഫ് ടു വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട്. നമ്മൾ ചുറ്റുമുള്ള ഇൻഫർമേഷനൊക്കെ ഒന്ന് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് അത് കണ്ടാൽ തന്നെ നമ്മുടെ ഒരു ഒപ്പീനിയനും നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക് വോയിസും ഒക്കെ ഫോംഡ് ആവുന്ന തോന്നുന്നു. അത് നമ്മൾ അവെയർ അല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ നമ്മൾ എഫക്റ്റഡ് ആവുന്നുണ്ട് അതിൽ. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ മതി. ഡോണ്ട് സ്റ്റോപ്പ് യുവർ സെൽഫ് ഫ്രം എക്സ്പ്രസിങ്. അതാണ് ഒന്നാമത് ഇത് രണ്ടിനെ കുറിച്ചും അങ്ങനെ ആധികാരികമായി പറയാനുള്ള ബോഡി ഓഫ് വർക്കൊന്നും എനിക്ക് ഓണസ്റ്റ്ലി ഇല്ല. അപ്പോൾ പക്ഷേ അഗൈൻ ഇത്രയേ ഉള്ളൂ. മൂവി മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഒരു പീസ് ഓഫ് മ്യൂസിക്കാണ് പലപ്പോഴും. അതിൽ വിത്തിൻ ദോസ് ബൗണ്ടറീസ് നമ്മൾ എങ്ങനെ ക്രിയേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ ചാലഞ്ചും അവിടുത്തെ ഫണ്ണും അത് തന്നെയാണ്. ബട്ട് ഇൻഡിപെൻഡൻ്റ് പറയുമ്പോൾ എവറിത്തിങ് ഫ്രം ദ തോട്ട് ടു ദ സൗണ്ടിങ് ടു വാട്ട് ദ വീഡിയോ ഷുഡ് ബി ടു അതിൻ്റെ മാർക്കറ്റിംഗ് എല്ലാം നമ്മുടെ കൺട്രോളിലാണ്. അവിടെ ദാറ്റ് ബിക്കംസ് ദ ചാലഞ്ച് ആൻഡ് ദാറ്റ് ബിക്കംസ് ദ ഫൺ. അതെങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ ഇതിൽ. മൂവിയിൽ പല ആസ്പെക്ട്സും ടേക്കൺ കെയർ ഓഫ് ആണ് ഫോർ യു, ദ മാർക്കറ്റിംഗ് സൈഡ് ഓർ പാട്ടിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ഡയറക്ടറായിട്ടുള്ള കോൺവെർസേഷനിൽ നമ്മൾ ഓൾറെഡി ഫിഗർ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ആ സൈഡ് സെറ്റാണ്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ ഇപ്പോൾ പറഞ്ഞാൽ എല്ലാം നമ്മുടെ കൺട്രോളിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡമും ഉണ്ട്, എന്നാൽ അതിൻ്റേതായിട്ടുള്ള ചാലഞ്ചസ് അവിടെയുണ്ട്. അപ്പം ഇറ്റ്സ് ബോത്ത് ആ ഫൺ. രണ്ടിലും എൻഡ് റിസൾട്ട് ഇസ് ഹാവിങ് ഫൺ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. കാരണം ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പം മ്യൂസിക് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സൗണ്ടായി മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം പണ്ട് ഐ റിമെമ്പർ പാട്ട് കേൾക്കാനായിട്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ലൈക്ക് ആ സമയത്ത് പാട്ട് കേൾക്കുക എന്നുള്ളത് മാത്രമാണ് ഒബ്ജക്റ്റീവ്. ദർ ഇസ് നത്തിങ് എൽസ് ഡിസ്ട്രാക്ടിങ് യു. ലൈക്ക് യു നോട്ട് ഡൂയിങ് സംതിങ് എൽസ്. നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ അങ്ങനെയല്ല. നമ്മളൊരു സ്ഥലത്ത് മേ ബി അതിൻ്റെ ഒരു ഫിസിക്കാലിറ്റിയും കൂടെ അതിൻ്റെ ഭാഗമായിരിക്കും. കാരണം അന്ന് പാട്ട് കേൾക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കണം. നടന്നുകൊണ്ട് പാട്ട് കേൾക്കാൻ പ്രോബ്ലം ഓക്കെ, വാക്ക്മാൻ ഉണ്ടെങ്കിൽ കേൾക്കാം. പക്ഷെ അതും എല്ലാവരുടെ അടുത്തും ഇല്ലല്ലോ. ഇന്നത്തെ പോലെ എല്ലാ ഫോണിലും പാട്ട്, എല്ലാവരുടെ കയ്യിലും പാട്ടുകൾ, മ്യൂസിക് എന്നുള്ള സാധനമില്ല. അപ്പോൾ പണ്ട് മ്യൂസിക് വാസ് എ സർട്ടൻ പ്ലേസ്. നമ്മൾ ആ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ്. ഇപ്പോൾ മ്യൂസിക് ഇസ് വിത്ത് യു എവ്രിവെയർ. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം ഇത്തിരി ബാക്ക്ഗ്രൗണ്ടിലേക്ക് അത് ഷിഫ്റ്റ് ആയി പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി ചെയ്യാറുള്ളത് പലപ്പോഴും കേൾക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു 1 hour മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ലൈക്ക് ഒരു ജസ്റ്റ് ഫോർ ലിസണിങ്. ഫോൺ ഇൻ്റർനെറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ജസ്റ്റ് മൈൻഡ്ഫുള്ളി ലിസൺ ടു മ്യൂസിക്. കാരണം അതിൻ്റെ ഫുൾ ഫോഴ്സിൽ അത് അബ്സോർബ് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവാറുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ ചേഞ്ച് ഇന്നെവിറ്റബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെ ഇവോൾവ് ആവുന്നു എന്നുള്ളത് മാത്രമാണ് പോയിന്റ്. ലൈക്ക് ദർ ഇസ് നോ പോയിന്റ് ട്രൈങ് ടു സ്റ്റോപ്പ് ദാറ്റ് ചേഞ്ച്. ലൈക്ക് ഇപ്പോൾ അങ്ങനെ അല്ല പാട്ട് കേൾക്കേണ്ടത്, പാട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് തന്നെ കേൾക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആർഗ്യൂ ചെയ്യുന്നതിൽ ഒരു പോയിന്റും ഇല്ല. ബിക്കോസ് ദിസ് ഇസ് ജസ്റ്റ് ദ വേ ഇറ്റ് ഇസ്. ടെക്നോളജി എപ്പോഴും മ്യൂസിക്കിനെ പല രീതിയിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലിസണിങ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇപ്പോൾ അക്കോസ്റ്റിക് ഗിറ്റാർ എന്നുള്ള പേര് തന്നെ ആക്ച്വലി വരാൻ കാരണം ഇലക്ട്രിക് ഗിറ്റാർ വന്നതിന് ശേഷമാണ്. അതുവരെ അത് വെറും ഗിറ്റാറാണ്. ലൈക്ക് ഇലക്ട്രിക് ഗിറ്റാർ വന്നതിന് ശേഷമാണ് അക്കോസ്റ്റിക് ഗിറ്റാർ എന്നുള്ള പേര് വന്നത്. അപ്പം ബട്ട് ഇലക്ട്രിക് ഗിറ്റാർ ഗേവ് റൈസ് ടു റോക്ക് ആൻഡ് റോൾ, റോക്ക് ഓർ മെറ്റൽ, അങ്ങനത്തെ ഓരോ ജോണേഴ്സും കൊണ്ടുവന്നത് ആ ടെക്നോളജിയാണ്. ലൈക്ക് ഇലക്ട്രിക് ഗിറ്റാർ എന്നുള്ള ടെക്നോളജി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടെക്നോളജി എന്നും മ്യൂസിക്കിനെ എന്താ പറയുക പുതിയ ബൗണ്ടറീസിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ഈ മ്യൂസിക് എല്ലാവർക്കും ആക്സസിബിൾ ആണ്, എല്ലാവർക്കും എനി ടൈം മ്യൂസിക് കേൾക്കാം എന്നുള്ളത് മേ ബി ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം നമുക്ക് യു ക്യാൻ ബി ഇൻസ്പയർഡ് ഈവൻ വെൻ യു ടേക്കിംഗ് എ വാക്ക് ഓർ ലൈക്ക് ചുമ്മാ കുളിക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് ഇൻസ്പയർഡ് ആവും. ഞാനൊരു മീം കണ്ടത് ഓർമ്മയുണ്ട്. ഒരു 400 years ബാക്ക് നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഓൺലി ദ റിച്ചസ്റ്റ് ഓഫ് ദ റിച്ച് പീപ്പിൾ ക്യാൻ ഡു ഇറ്റ്. കാരണം യു നീഡ് എൻ ആക്ച്വൽ ഓർക്കസ്ട്ര, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഇല്ല. ഒരു 400 പോട്ടെ, ഒരു 200 years ബാക്ക് പോലും ഇഫ് യു വോണ്ട് ടു ലിസൺ ടു മ്യൂസിക് വൈൽ യു ആർ ടേക്കിംഗ് എ ഷവർ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് എൻ ആക്ച്വൽ ഓർക്കസ്ട്ര ടു പ്ലേ മ്യൂസിക്. യു നീഡ് ടു ബി ദാറ്റ് റിച്ച്. പക്ഷേ ഇന്ന് എല്ലാവർക്കും അത് കേൾക്കാം. ഏത് മ്യൂസിക്കും നമുക്ക് എനി ടൈം കേൾക്കാം. ആ ആക്സസിബിലിറ്റി ഇസ് ചേഞ്ചിങ്.
പക്ഷേ ജസ്റ്റ് ഹാവ് ടു ബി അവെയർ നമ്മൾ എന്താ പറയുക അത് ബാക്ക്ഗ്രൗണ്ട്സിലേക്ക് പുഷ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് പേഴ്സണലി ഞാൻ ആലോചിക്കാറുണ്ട്. അതിന് ഞാൻ കാണുന്ന സൊല്യൂഷൻ ഇതാണ്, ലൈക്ക് ഐ ലിസൺ ടു മ്യൂസിക് വിത്ത് ഇൻറ്റൻഷൻ. ഇടയ്ക്കെങ്കിലും ഇപ്പോൾ ഡിസ്ട്രാക്റ്റഡ് അല്ലാണ്ടേയും പാട്ട് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു അറ്റംപ്റ്റ് ഉണ്ടാവാറുണ്ട്. കേൾക്കുന്നതിന് ഞാനൊരു റീസെൻ്റ്ലി ഞാൻ മറ്റേ വൈനൽ റെക്കോർഡ്സ് കേൾക്കാനുള്ളൊരു സെറ്റപ്പ്, ഒരു സെപ്പറേറ്റ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ അറ്റംപ്റ്റിൻ്റെ ഭാഗമായിട്ടൊരു എൻ്റെ സ്റ്റുഡിയോയിലൊരു സെപ്പറേറ്റ് ലിസണിങ് റൂം പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്ന റൂം ഒരെണ്ണം, ലൈക്ക് അതവിടെ എൻ്റെ പിയാനോ ഗിറ്റാർ എൻ്റെ സിസ്റ്റം ഒക്കെ അവിടെ. പക്ഷേ വേറെ സെപ്പറേറ്റ് റൂമിൽ ഇറ്റ്സ് എ ലിസണിങ് റൂം വേറെ മറ്റേ പഴയ വൈനൽ റെക്കോർഡ്സ് കേൾക്കാനും ഒക്കെ അതിനുള്ള സ്പീക്കറും സെറ്റപ്പ് ആമ്പും ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ 1-2 റെക്കോർഡ്സ് എവിടെയെങ്കിലും ഇപ്പോൾ എബ്രോഡൊക്കെ അത് കുറച്ചുകൂടെ ചീപ്പറായിട്ട് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റിൻ്റെ റെക്കോർഡ്സ് മേടിക്കുക, എന്നിട്ട് ആ റെക്കോർഡ്സ് കേൾക്കുമ്പോൾ അത് ഫുൾ ഒറ്റയടിക്ക് കേൾക്കുക എന്നുള്ളതാണ് ഐഡിയ. അപ്പോൾ ദസ് നോ സ്കിപ്പിംഗ്, ദസ് നോ ഗോയിങ് ഫോർവേഡ്, അടിക്കൽ, റിവൈൻഡ്, അതൊന്നും ഇല്ല. കേൾക്കുകയാണെങ്കിൽ ഒരു സൈഡ് ഫുൾ കേൾക്കുക ആൻഡ് തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടെ കേൾക്കുക, അങ്ങനെ കേൾക്കാൻ കുറച്ചുകൂടെ ശ്രമിക്കാറുണ്ട്. അപ്പം ദാറ്റ് ഈസ് മൈ റീസെൻറ്റ് എന്താ പറയുക പർച്ചേസ് ദാറ്റ് ഐ എം വെരി ഹാപ്പി അബൌട്ട്. കാരണം ഈ രീതിയിൽ അത് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ലിസണിങ്ങിനെ. സി ലൈഫിന് ഒരു എന്താ പറയുക ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, പക്ഷേ ഐ എം വെരി ഹാപ്പി ഇൻ മൈ പേഴ്സണൽ ലൈഫ്. അപ്പോൾ അത് ഇപ്പോൾ അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് മറ്റേ അപ്സ് ആൻഡ് ഡൗൺസ് ഭയങ്കരമായിട്ട് ഒരിക്കലും എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ എം വെരി ഹാപ്പി ഇൻ വാട്ട് ഐ ഡു. മ്യൂസിക് ഇസ് ഓൺലി എ പാർട്ട് ഓഫ് വാട്ട് ഐ ആം ആസ് എ പേഴ്സൺ. അപ്പോൾ അത് വളരെ എനിക്ക് മുമ്പ് അത് ഓൺ സം ലെവൽ അറിയാമായിരുന്നു. കഴിഞ്ഞൊരു 4-5 years ആയിട്ട് ഭയങ്കര സ്ട്രോങ് കൺവിക്ഷൻ എനിക്ക് ആ കാര്യത്തിലുണ്ട്. കാരണം മ്യൂസിക് ഇസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ എം ഡൂയിങ് ആൻഡ് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള സമയവും എഫേർട്ടും ഇടണം തന്നെയാണ് ആഗ്രഹം. കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ബി ജസ്റ്റ് എ മ്യൂസിഷ്യൻ, വൺ ലൈഫ്. അപ്പോൾ എത്രയും എനിക്ക് കുറേ ഹോബീസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹോബീസിൽ ഇങ്ങനെ ലോസ്റ്റായി പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പം ബട്ട് ഐ ജസ്റ്റ് ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഹു ഐ ആം. അപ്പോൾ അതിൽ ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് കാലത്ത് എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ ഭയങ്കര അടിപൊളിയാണെന്നല്ല ഞാൻ പറയണേ. ഇടയ്ക്ക് കുറച്ച് ഈ മറ്റേ വാട്ടർ കളർ പെയിൻറ്റിങ് അങ്ങനെ കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായ സംഭവങ്ങളെ പറയണേ. ഇടയ്ക്ക് ഈ ടൈപ്പോഗ്രഫി, ഡിസൈൻ, അങ്ങനത്തെ സംഭവങ്ങളെ പറ്റി ബുക്സ് വായിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പം മൈ പോയിന്റ് ഇതെല്ലാം കൂടെ എവിടെയെങ്കിലുമൊക്കെ കണക്റ്റഡ് ആവും. ലൈക്ക് ഇതിന്ന് ഓരോന്നും എടുക്കുന്ന ലെസൺസോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന കാര്യങ്ങളോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം റൈറ്റ് നൗ ദ പ്രയോറിറ്റി ഈസ് ടു ജസ്റ്റ് ബി ആൻഡ് ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. അപ്പം മ്യൂസിക് അതിൻ്റെ ഡെഫിനറ്റ്ലി ഒരു ഹ്യൂജ് പാർട്ട് തന്നെയാണ്. പക്ഷേ ഐ എം ഓൾസോ അവെയർ ദാറ്റ് ഇറ്റ്സ് ഓൺലി വൺ പാർട്ട് ഓഫ് ഹു ഐ ആം. ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു സാധനം വരുന്നതിനെ പേടിയോടെ അപ്രോച്ച് ചെയ്തവരൊക്കെ ദേവ് ഗോട്ടൺ ലെഫ്റ്റ് ബിഹൈൻഡ്. നോക്കുകയാണെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ദേവ് ഗോട്ടൺ ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ അറ്റംപ്റ്റ് എപ്പോഴും അതിനോട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ലൈക്ക് ഇതെങ്ങനെ നമുക്ക് നമ്മുടെ വർക്ക് ഫ്ലോയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പിന്നെ എ ഐ ആസ് സച്ച് നോക്കുമ്പോൾ ഒരു 2 സൈഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഉണ്ട് ആക്ച്വലി. വൺ ഇസ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് കാലാകാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ദാറ്റ് നമ്മൾ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നു, പല രീതിയിൽ അതിനെ നമ്മൾ ഉള്ളിലെടുത്ത് പ്രോസസ്സ് ചെയ്യുന്നു ആൻഡ് യു പുട്ടിങ് ഇറ്റ് ഔട്ട്. ലൈക്ക് യു ലിസ്ണിംഗ് ടു എ ലോട്ട് ഓഫ് മ്യൂസിക് ആൻഡ് യു മേക്കിംഗ് മ്യൂസിക് വിച്ച് ഇസ് ലൈക്ക് എ കോമ്പിനേഷൻ ഓഫ് ഓൾ. നമ്മളിപ്പോൾ ഒരു പാട്ട് പോലും നമുക്ക് കേട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു പാട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് വാട്ട് എവർ ഐ എം മേക്കിംഗ് റൈറ്റ് നൗ ഇസ് എ റിസൾട്ട് ഓഫ് വാട്ട് എവർ ഐ ഹവ് ലിസൺഡ്. അപ്പോൾ അത് തന്നെയാണ് എ ഐ ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക അസ്യൂം ചെയ്യാം. ബട്ട് ഈ സ്കെയിലിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു എ ഐ എൻജിൻ കെൻ ലിസൺ ടു ലൈക്ക് മേ ബി 100,000 സോങ്സ് ഇൻ എ ഡേ. ആൻഡ് അപ്പോൾ ബേത്തോവൻ്റെ എല്ലാ പാട്ടുകളും ഒരു ദിവസം കൊണ്ട് കേട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് മേക്കിംഗ് മ്യൂസിക് ലൈക്ക് ബേത്തോവൻ. ലൈക്ക് അങ്ങനെ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈ എത്തിക്സിൻ്റെ പ്രശ്നം വരുന്നത്. ഈസ് ഇറ്റ് റൈറ്റ്? ലൈക്ക് കാരണം ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ വർക്ക് ഒറ്റയടിക്ക് കൺസ്യൂം ചെയ്ത് ഇറ്റ്സ് ഏബിൾ ടു മേക്ക് മ്യൂസിക് ലൈക്ക് ദാറ്റ് ആർട്ടിസ്റ്റ് ഫ്രം ദ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ്. അപ്പോൾ അതിന് ഒരു ഡ്യൂ കോമ്പൻസേഷൻ വേണ്ടേ? ഇറ്റ്സ് ദി എത്തിക്സ്. അതാണ് ഇപ്പോഴത്തെ ഡിബേറ്റ്. അല്ലാണ്ട് ആ ടെക്നോളജി വേണോ വേണ്ടോ എന്നുള്ള ഡിബേറ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഒരു ഹൗ ടു ഡു ഇറ്റ് റൈറ്റ് എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ. അതെങ്ങനെ നമ്മുടെ വർക്ക് ഫ്ലോയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കൂടുതൽ. ഐ ഫീൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. കാരണം നമുക്കിപ്പോൾ എന്താ പറയുക ഒരു പാട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് ട്രൈ ഔട്ട് ചെയ്യണം. പക്ഷേ ആ ഇൻസ്ട്രുമെൻറ്റലിസ്റ്റിനെ ഇമ്മീഡിയറ്റ്ലി വിളിക്കാൻ നമുക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വോയിസിൽ ആ ഒരു മെലഡി പാടി ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് യു ഇറ്റ്സ് ചെറിയ എക്സാമ്പിൾ പറയുകയാണ്. അത് ആ മെലഡി ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൗണ്ടിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി കേൾക്കാൻ പറ്റും. എനിക്ക് ജസ്റ്റ് ഡു എ ഡെമോ ഓഫ് ഇറ്റ്. അങ്ങനെ രീതിയിൽ വർക്ക് ഫ്ലോയിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്.
പിന്നെ ദ തിങ് ഇസ് ലൈക്ക് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വൺ മെയിൻ റീസൺ ഞാൻ പല തവണയായിട്ട് പറഞ്ഞതാണ്, ഇറ്റ്സ് ദ ഫൺ സൈഡ് ഓഫ് ഇറ്റ്. യു വോണ്ട് ടു ഹാവ് ഫൺ. അപ്പോൾ ആ ഫൺ ഇന്ന് പോകുന്നുണ്ടോയെന്നും കൂടെ ഞാൻ അവെയറാണ്. നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഒരു പാട്ട് വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ലൂസസ് ദ ഹോൾ വാല്യൂ. ലൈക്ക് മ്യൂസിക് മേക്കിംഗ് എന്നുള്ളതിൻ്റെ ഒരു ഹോൾ വാല്യൂ തന്നെ അവിടെ പോകണം. ഇഫ് യു ജസ്റ്റ് പ്രസ് എ ബട്ടൺ ആൻഡ് ഗിവ് എ പ്രോംപ്റ്റ് ആൻഡ് എ സോങ് കംസ് ഔട്ട്, ഓക്കെ മേ ബി ഒരു 10 പാട്ടുകൾ അങ്ങനെ ഉണ്ടാക്കാം. ബട്ട് ദെൻ ലൈക്ക് വൈ യു ഡൂയിങ് ദിസ്, എന്താണ് അതിൽ നിന്ന് അൾട്ടിമേറ്റ്ലി കിട്ടുന്നത്? അപ്പോൾ ഞാൻ ഒരിക്കലും ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡൂ ദാറ്റ്. ലൈക്ക് വേർ ജസ്റ്റ് ഫൺ ഫുള്ളായിരുന്നു കളഞ്ഞ് ഞാൻ മ്യൂസിക് ചെയ്യാൻ കാരണം ഇസ് ഐ വോണ്ട് കൊളാബറേഷൻ. ഐ വോണ്ട് ടു മേക്ക് മ്യൂസിക് വിത്ത് ഫ്രണ്ട്സ്. ഐ വോണ്ട് ഹാവ് കോൺവെർസേഷൻസ് അബൌട്ട് ദിസ്. ഒരു പാട്ടിൽ ഇത് ശരിയല്ല, അത് ശരിയായി. ആ ഡിസ്കഷൻസ് അതിൻ്റെ ഹ്യൂജ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഓഫ് വൈ ഐ എം മേക്കിംഗ് മ്യൂസിക്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ആ വർക്ക് ഫ്ലോയിലേക്ക് എങ്ങനെ AI ആൻഡ് ഇങ്ങനത്തെ ടൂൾസ്, AI എന്നല്ല, ഫ്യൂച്ചറിൽ ഏത് ടൂൾ വന്നാലും ആ വർക്ക് ഫ്ലോയിലേക്ക് അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ആൻഡ് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നതിൽ ഒരു പോയിന്റും ഇല്ല. അത് അങ്ങനെ ചെയ്തിട്ടുള്ളവരൊക്കെ ദേ വർ ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ a lot of the reason നമ്മൾ മ്യൂസിക്കിൻ്റെ പല ഇങ്ങനത്തെ റൂൾസും വർക്ക് ചെയ്യാൻ കാരണം പലപ്പോഴും കണ്ടീഷനിങ് ആണ്. ലൈക്ക് നമ്മൾ പലപ്പോഴും ഇത് കേട്ടിട്ടുള്ളത്, ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് കേട്ടിട്ടുള്ളത് ഈ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷനിങ് നമ്മുടെ എല്ലാവരുടെയും കൾച്ചറലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു അറബിക് മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ ഈ 12 നോട്ട്സ് അല്ലാണ്ട് കുറച്ച് നോട്ട്സ് അവരുടെ മ്യൂസിക്കിൽ, അറബിക്ക് മാത്രമല്ല പല കൾച്ചേഴ്സിലും മൈക്രോടോണൽ മ്യൂസിക് ഉണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ ഔട്ട് ഓഫ് പിച്ച് ആയിട്ട് തോന്നും. പക്ഷേ ആക്ച്വലി അവർക്കത് കംപ്ലീറ്റ്ലി മ്യൂസിക്കലാണ്. നമുക്കത് കേൾക്കുമ്പോൾ പിച്ച് തെറ്റാണല്ലോ, മ്യൂസിക്കലി അത് കറക്റ്റ് അല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ദർസ് എ ലോട്ട് ഓഫ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓൾസോ ടു ദിസ് ഹോൾ തിങ്. നമ്മൾ ഈ വയലിൻ എന്നുള്ള, അല്ലെങ്കിൽ ഒരു സിത്താർ, അല്ലെങ്കിൽ ഒരു സരോദ്, ഒരു സാഡ് ഇൻസ്ട്രുമെൻറ്റ്, അങ്ങനെയൊക്കെ ഇപ്പോൾ മരിക്കുന്ന സമയത്ത് പ്ലേ ചെയ്യുന്ന മ്യൂസിക്, അങ്ങനെയൊക്കെ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടല്ലോ. അത് ഒരുപാട് കൾച്ചറൽ റീസൺസ് ഉണ്ട്. ബട്ട് ദ ബെസ്റ്റ് തിങ് ഇസ് ദെൻ യു ക്യാൻ ബ്രേക്ക് ദറ്റ് സ്റ്റീരിയോ ടൈപ്പ്. ലൈക്ക് നമ്മളത് കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിൽ അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ദറ്റ് വാവ് ഫാക്ടർ. അപ്പോൾ ആ റൂൾസ് അറിയാന്നുള്ളത് ഇസ് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഓൺലി ദെൻ യു ക്യാൻ ബ്രേക്ക് ദ റൂൾസ്. അങ്ങനെ ആ രീതിയിൽ ഞാൻ അതിനെ കാണുന്നുണ്ട്. കാരണം ഓരോന്നിൻ്റെയും കോണ്ടെക്സ്റ്റ് എന്താണ്, ഓക്കെ ദെൻ ലെറ്റ് മീ ട്രൈ ടേക്കിംഗ് ഇറ്റ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ സംഭവങ്ങളാണ്. അല്ലാണ്ട് ഒരു റൂളായിട്ട് അങ്ങനെ ഒന്നുമില്ല. ദർസ് നോ റൂൾ. റൂൾസ് ആർ മെന്റ് ടു ബി ബ്രോക്കൺ. ആസ് എ മ്യൂസീഷ്യനേക്കാളും ഞാൻ യാത്രകളെ കാണുന്നത് ആസ് എ പേഴ്സൺ. ഹൗ യു, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ്സ് നോട്ട്, മ്യൂസിക് ഇസ് നോട്ട്, എന്താ പറയുക, നോട്ട് ഡസൻറ്റ് ഡിഫൈൻ ഹു ഐ ആം ഫുള്ളി. ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് വാട്ട് ഐ ആം. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് സെൻസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരാൾ, അത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പോലും നമ്മുടെ മ്യൂസിക്കിനെ നമ്മൾ അറിയാണ്ട്, നമ്മൾ അതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട, യു ജസ്റ്റ് ഹാവ് ടു എക്സിസ്റ്റ്. നമ്മൾ ടേക്ക് ഇൻ ചെയ്യുന്ന ഓരോ ഇൻഫർമേഷനും നമ്മൾ ചെയ്യുന്ന ഓരോന്നിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, എന്താ പറയുക, ദാറ്റ്സ് വെൻ ട്രാവൽ ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം യു സീ അതർ കൾച്ചേഴ്സ്. നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന പല കൾച്ചറൽ ആസ്പെക്ട്സും പുറത്ത് പോകുമ്പോൾ അതിന് മേ ബി ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പം ദെൻ യു റിയലൈസ് ഇത് ഓരോ ബബിളാണ്. നമ്മൾ ഡെയിലി ലൈഫിലുള്ള ബബിൾ ഇസ് സംതിങ് യു കൺസിഡർ ടു ബി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമ്മൾ അതിനൊന്ന് പുറത്ത് കടന്ന് ഒരു മേ ബി ഒരു 100-200 കിലോമീറ്റേഴ്സ് അപ്പുറത്ത് പോയാൽ തന്നെ നൺ ഓഫ് ഇറ്റ് മാറ്റേഴ്സ്. ലൈക്ക് അവിടെ കംപ്ലീറ്റ്ലി പുതിയ സെറ്റ് ഓഫ് റൂൾസാണ്, പുതിയ കൾച്ചേഴ്സാണ്. ആൻഡ് ദെൻ യു സീ ദിസ് എവല്യൂഷൻ. ലൈക്ക് നമ്മൾ, എന്താ പറയുക, നമ്മൾ വേറെ ധരിക്കുന്ന ക്ലോത്ത്സ് ആവട്ടെ, ഭക്ഷണത്തിൻ്റെ കാര്യം, എല്ലാത്തിനും ഒരു ഗ്രേഡിയൻ്റ് പോലെ ഇങ്ങനെ കാണാം. ഇങ്ങനെ ഈ എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ബൈനറി. ലൈക്ക് നമ്മൾ ഒരു എവല്യൂഷൻ ശരിക്കും ഇങ്ങനെ കാണും, ഒരു ഗ്രേഡിയൻ്റ് വരച്ച പോലെ. ഇപ്പോൾ സ്കിൻ കളേഴ്സ് ആവട്ടെ, ഓർ ലൈക്ക് ഹെയർ ടെക്സ്ചർ, വാട്ട് എവർ ഇറ്റ് ഇസ്. ലൈക്ക് നമ്മൾ എന്ത് ഹ്യൂമൻ ബീങ്ങിൻ്റെ കൾച്ചർ എടുത്താലും ഫിസിക്കൽ ആസ്പെക്ട്സ് എടുത്താലും എല്ലാം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി പല ഭാഗത്തേക്ക് സ്പ്രെഡ് ഔട്ട് ആയതുപോലെയാണ്. ലാംഗ്വേജസ് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ നമ്മളെല്ലാം കണക്റ്റഡ് ആണെന്നുള്ളൊരു സാധനം ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടും. ആക്ച്വലി ദാറ്റ്സ് ദ കോർ തിങ്. വി ആർ ഓൾ ദ സെയിം സ്പീഷീസ്. നമ്മൾ പല സ്റ്റോറീസ് നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം സെയിം സ്പീഷീസാണ്. നമ്മളെ സന്തോഷിപ്പിക്കുന്നതും നമ്മളെ വിഷമിപ്പിക്കുന്നതൊക്കെ സെയിം കോർ ഇമോഷൻസ് തന്നെയാണ്. നമ്മൾ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ ദർ ഇസ് ദിസ് ത്രെഡ് ദാറ്റ് ഇസ് റണ്ണിങ് ഓൾ ത്രൂ. ആ ഒരു പെർസ്പെക്റ്റീവാണ് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് ആക്ച്വലി. സബ് കോൺഷ്യസ്ലി ഉണ്ടാവും, ഫോർ ഷുവർ, സബ് കോൺഷ്യസ്ലി ഉണ്ടാവും. ബട്ട് എനിക്ക് കൂടുതൽ മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അവർ പറയുന്ന സ്റ്റോറീസും അവരുടെ ഡെയിലി ലൈഫ്, വാട്ട് ഇസ് ഇറ്റ് അബൌട്ട്, മീറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടാവാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ, ഇപ്പോൾ റീസെൻ്റ്ലി തായ്ലൻഡിൽ
സൗത്ത് ഈസ്റ്റ് ഏഷ്യ പൊതുവെ എനിക്ക് ഇഷ്ടമുള്ളൊരു സോണാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെ മീറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ ഈ ഫിലിം ഫോട്ടോഗ്രാഫി നോക്കി നിന്ന സമയമായിരുന്നു. അപ്പം പുള്ളിയുടെ ഫിലിം ഫോട്ടോഗ്രാഫി ലാബിൽ പോയിട്ട് ഐ സോ എ ഫ്യൂ ഓഫ് ഹിസ് ഫോട്ടോസ് ദാറ്റ് ഹി ഡെവലപ്ഡ് ആൻഡ് ദ ട്രാവൽസ് ദാറ്റ് ഹി ഡൺ. നേപ്പാളിലൊക്കെ പുള്ളി ട്രാവൽ ചെയ്ത് വന്ന അങ്ങനത്തെ എക്സ്പീരിയൻസസ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമല്ലോ. അവർ നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യുന്ന പാത്തൊന്നും അല്ലാണ്ട് വേറൊരു രീതിയിൽ പോയിട്ടുള്ള ആൾക്കാർ, അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ്, അങ്ങനത്തെ കണക്ഷൻസാണ് എനിക്ക് കൂടുതൽ എനിക്ക് ആക്റ്റീവ് മെമ്മറിയിൽ നിൽക്കുന്നത് കൂടുതൽ അതാണ്. സൗണ്ട് സ്കേപ്സ് പ്രോബ്ലി കുറച്ചുകൂടെ സബ് കോൺഷ്യസ് ആയിട്ടായിരിക്കും ഞാൻ കേൾക്കുന്നുണ്ടാവും. ഓഫ് കോഴ്സ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ലോക്കൽ വല്ല മ്യൂസിക് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ പെർഫോമൻസസോ ഉണ്ടെങ്കിൽ അത് കാണാൻ ഡെഫിനറ്റ്ലി ശ്രമിക്കാറുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ അത് അബ്സോർബ് ചെയ്യുന്ന പ്രോബ്ലി മോർ ഓഫ് സബ് കോൺഷ്യസ് ലെവലിലായിരിക്കാം. ഓർമ്മകൾ കൂടുതലും ഈ കണ്ട ആൾക്കാരും അങ്ങനത്തെ കണക്ഷൻസുമാണ്, കോൺവെർസേഷൻസാണ് കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത്.